നമ്മളുടെ ടോപ്പിക്. നമ്മുടെ മലയാളത്തിലെ ആൾക്കാർ ഗ്രോ ചെയ്യണം, ദേ ഡിസേർവ് ഇറ്റ്. നമ്മളെപ്പോഴും ഈ മൂവി ഇൻഡസ്ട്രിയിൽ KGF, സലാർ അങ്ങനത്തെ മൂവീസ് ഒക്കെ ബ്ലോ അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മലയാളം ആക്ടേഴ്സ് ഒക്കെ പറയില്ലേ, നമ്മൾ മലയാളം മൂവി ഇൻഡസ്ട്രീനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം, എന്നാലേ നമുക്കും ഇതുപോലത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമാസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. സപ്പോർട്ടിന്റെ കുറവാണോ, പടം വരാത്തോണ്ടല്ലേ? അല്ല, അങ്ങനത്തെ ഭയങ്കര ഹൈ ബഡ്ജറ്റ് മാസ് മസാല പടങ്ങളൊക്കെ KGF പോലത്തെ പടങ്ങളൊക്കെ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ അത് അങ്ങ് ഫ്ലോപ്പായി പോവാറാ പൊതുവെ. നമ്മള് ഓഡിയൻസ് റിയലിസം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ലൂസിഫറും വളരെ ഒരു പാൻ ഇന്ത്യൻ ആയിട്ടില്ല, അത് ഒരു പാൻ ഇന്ത്യൻ മലയാള സിനിമ ഇല്ല. അപ്പൊ അതങ്ങനെ പറയുന്ന പോലെ തന്നെ നമ്മുടെ പോഡ്കാസ്റ്റ് ഇതേപോലെ നമ്മുടെ മലയാളത്തിലെ പോഡ്കാസ്റ്റുകളും വലുതാകണം. അപ്പം ഹിന്ദിയില് മനസ്സിലാക്കിയ എന്താ ഞാൻ മനസ്സിലാക്കിയ സംബന്ധം എനിക്കൊണ്ട് നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് പൈസ മുടക്കാൻ പേടിയാണ് ബിഗ് ബഡ്ജറ്റ് പടം എടുക്കാൻ. കാരണം എന്താന്ന് വെച്ചാല് കേരളത്തിൽ ഇപ്പം ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തെലുങ്കുല് ഇവര് അല്ലു അർജുന വെച്ച് ഒരു ബിഗ് ബഡ്ജറ്റ് പടം ഇതാക്കിയ ഒരു നല്ലൊരു സ്റ്റോറി ലൈൻ വെച്ചാൽ ഇവർക്ക് അറിയാം ഇത് പടം ഹിറ്റാണ്. നമ്മള് യൂട്യൂബില് ഷോർട്സ് ഇടുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് റീൽ ഇടുമ്പോ ഇറ്റ് ഡിപ്പെൻഡ്സ്, ഹിറ്റ് ഓർ മിസ്. ചിലത് അങ്ങ് ആണ് ബ്ലോപ്പ് ചെയ്യും, ചിലത് ബ്ലോപ്പ് ചെയ്യാൻ വെറുത്തിട്ടുള്ളതും ബ്ലോപ്പ് ആവില്ല. പക്ഷെ യൂട്യൂബിൽ പറഞ്ഞാല് നമുക്ക് ഏകദേശം മനസ്സിലാവും അത് ക്വാളിറ്റി കണ്ടന്റ് ആണെങ്കിൽ അത് ബ്ലോപ്പ് ആവും. അതെ, അതേപോലെയാണ് മറ്റേ ഈ ബാക്കിയുള്ള എന്താ ഈ ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ ആന്ധ്ര അങ്ങനത്തെ സ്ഥലങ്ങളിൽ, തമിഴ്നാട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സ്റ്റാർസിന് ഭയങ്കര വാല്യൂ. അതെ, ഇപ്പം രജനീകാന്തിന്റെ സിനിമയാണെങ്കിൽ അതിനിപ്പോ സ്റ്റോറി ലൈൻ മോശമാണെങ്കിലും പടം ഹിറ്റാണ്. വിജയിന്റെ പടമാണെങ്കിലും തമിഴ്നാട്ടില് പടം ഹിറ്റാണ്. പക്ഷെ നമ്മളെ നാട്ടില് മാത്രമാണ് സ്റ്റാർസ് ആർ മിയർലി ആക്ടിങ് ഇൻ മൂവി എന്നുള്ള രീതിയിൽ. മൂവിയാണ് മെയിൻ ക്യാരക്ടർ, സ്റ്റാർസ് അല്ല മെയിൻ. അതിനിപ്പം മമ്മൂട്ടി അഭിനയിച്ച് വലിപ്പിച്ച ഒരു സിനിമ ഇനിയിപ്പോ ഫഹദ് ഫാസിൽ വന്ന് അഭിനയിച്ച് ആ ഒരു പടം നല്ലതാണെങ്കിൽ ആൾക്കാർ അത് കൈ നീട്ടി സ്വീകരിക്കും. അതെ, അതാണ് മലയാളം ഓഡിയൻസും ഇവരും തമ്മിലുള്ള ഇന്റലക്ച്വൽ ഓഡിയൻസ്. അതെ, ഭയങ്കര നമ്മൾ സിനിമയാണ് പ്രണയിക്കുന്നത്. സിനിമയിലുള്ള സ്റ്റാർസ്, ഫാൻഡം അതൊക്കെ ഉണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് സിനിമയാണ് വേണ്ടത്. അത് പറഞ്ഞപ്പോ എനിക്ക് പറയാനുള്ള, അപ്പൊ അതുപോലെ നമ്മുടെ മലയാളം പോഡ്കാസ്റ്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന്